നമസ്കാരം. രാമായണമായിട്ട് ബന്ധപ്പെട്ട ചിത്ര പ്രദർശനം ഞാൻ കാണുന്നുണ്ട്. എങ്കിൽ തന്നെ അതൊന്ന് വിശദീകരിച്ച് തന്നാൽ. ഇവിടെ പ്രധാനമായിട്ടും രാമായണത്തിലെ പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളാണ്. സീത അതിലെ ഒന്നാമത്തെ സീത തന്നെയാണല്ലോ. അതേമാതിരി അങ്ങനെ ഓരോ പ്രധാന ശബരി, അനസൂയ, സ്വയംപ്രഭ, മണ്ഡോദരി, താടക, അഹല്യ, ഊർമിള, കൈകേയി, സുമിത്ര, മന്ദര. നമ്മള് ഈ മന്ദരേനൊക്കെ ശരിക്കേ കാണുമ്പോ നമ്മള് കരുതണം എന്താ വെച്ചാല് ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് ഈ മന്ദരയെ പോലുള്ളവർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അവിടെയാണ് നമ്മുടെ പല പ്രവർത്തനങ്ങളിലും നമ്മൾ ഓരോ കാര്യത്തിലും ഇപ്പൊ അതേമാതിരി കുറെ പുസ്തകങ്ങളാണ് ഇപ്പൊ ഇതിലുള്ളത്. പല ഭാഷകളിലുള്ള രാമായണങ്ങൾ. അതാണ് ഡിഫറെന്റ് ടൈപ്പ്, അതായത് വിവിധ ഭാഷകളിൽ തന്നെ ഉണ്ടല്ലേ. ഇതൊരു 100 വർഷത്തിന്റെ അടുത്ത് പഴക്കമുള്ള ഒരു രാമായണമാണ്. ഒരു ഭാഗമാണ് ശരിക്കും അത് അധ്യാത്മ രാമായണം. 100 വർഷം പഴക്കമുണ്ട്. 100 വർഷത്തിൽ കൂടുതലുണ്ട്. ഇതെന്തായിരുന്നു? ഇത് താളിയോലകളാണ്. രാമായണത്തിലുള്ള താളിയോലയിലുള്ള ഒരു ഗ്രന്ഥമാണത്. ഇതാണ് താളിയോലയിൽ. ഇത് താളിയോല എന്ന് പറഞ്ഞാൽ പനയോലയിൽ ഉണ്ടാക്കിയ പനയോലയിൽ ഉണ്ടാക്കിയ എഴുതി ഇതുമാതിരിയുള്ള എഴുത്താണി കൊണ്ട് എഴുതിയിട്ടാണ് ഇങ്ങനെ വെച്ച് എഴുതിയിട്ടാണ് ഇത്. അങ്ങനെയുള്ള എഴുത്താണിയാണ് ഇത്. എഴുത്താണി കത്തിയാണ്. ഇത് കത്തി കൊണ്ട് ഓല നന്നാക്കുകയും എഴുത്താണി വരുന്ന ചെയ്യണേന് രണ്ടിനും കൂടിയുള്ള ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കാനുള്ള ഗ്രന്ഥക്കൊട്ടയാണ്. ഇത് ചൂരലിന്റെ വക്ക് ചീന്തിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ചൂരലിന്റെ വക്ക് പൊളിച്ചെടുത്തിട്ട് അതുകൊണ്ട് മുടഞ്ഞെടുത്തുണ്ടാക്കുന്ന ഒരു കൊട്ടയാണ് ഇത്. ഇതിലാണ് ഗ്രന്ഥങ്ങള്. ഇത് ഗ്രന്ഥക്കൊട്ട എന്നാ പറയുന്നത്. സാധാരണ ഗ്രന്ഥക്കൊട്ടാന്നാ പേര്. ഈ അട്ടങ്ങളിലൊക്കെ സാധാരണ ഇത് കയറ്റി വെക്കും. അത് എന്തിനാണെങ്കിലും ഇതിൽ ഫംഗസ് കയറാതിരിക്കാനും ഒഴുക്കളൊന്നും കയറി ഇത് നശിപ്പിക്കാതിരിക്കാനും. ഇത് കുറെ കാലം പഴക്കമുള്ളത് കൊണ്ട് ഇത് കേടുവരാതിരിക്കാനാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പൊതു പ്രദർശനങ്ങൾ എല്ലാവരും ഇത് മടക്കിയൊക്കെ നോക്കുമ്പോൾ സൈഡൊക്കെ പൊട്ടും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുന്ന കുറെ പുസ്തകങ്ങളുണ്ട്. അതേമാതിരി ഇത് ഉത്തര രാമായണം എന്ന് പറഞ്ഞൊരു ഇതിന്റെ മാത്രം ഉത്തര രാമായണം. രാമായണത്തില് കുറെ വിഭാഗങ്ങളുണ്ട്. കാരണം ഓരോ ഭാഗത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉണ്ടാക്കുന്ന പലരും പലരുടെ ഇതിന് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള രാമായണങ്ങള്, അതേമാതിരി പല രീതിയിലുള്ള ചെറിയ ഇതായിട്ടുള്ള ഇത് രാമായണ കഥകള്, ചിത്രകഥ, അമർ ചിത്രകഥ, ഇത് രാമായണം. അതേമാതിരി പല ഇത് രാമായണ കഥ എന്ന് പറഞ്ഞ പല നാടുകളിൽ രാമായണം ഉണ്ട്. അതിനെ കുറിച്ച് ഇപ്പൊ നേരത്തെ ഞാൻ പല ഭാഷകളിലെന്ന് പറഞ്ഞു. പല രാജ്യങ്ങളിലും ഉണ്ട്, പല നാടുകളിലും ഉണ്ട്. ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും പല ടൈപ്പ് രാമായണങ്ങളാണ്. സാദൃശ്യമുണ്ട് രാമായണവുമായിട്ട് എന്നാണ് പിന്നെ ഉള്ളത്. അങ്ങനെ വരുന്ന കുറെ ഏത് രീതിയിലുള്ള ആൾക്കാർക്കും ഈ രാമായണം ആസ്വദിക്കാൻ വേണ്ടി പല ഭാഷകളിലും പല രീതിയിലും വലുതും ചെറുതായും കുറെ രാമായണം. ഇംഗ്ലീഷിലുള്ള രാമായണം സംസ്കൃതത്തിലുള്ളതാണ്. ഈ മുകളിലുള്ളത് അതെ, രാമായണം ഇംഗ്ലീഷിൽ വരുന്നതാണ്. ഇംഗ്ലീഷ്. ഇത് സംസ്കൃതത്തിൽ വരുന്ന, സംസ്കൃതത്തില്. ഇത് ഹിന്ദിയിൽ വരുന്നതാണ്. ഹിന്ദിയിലാണ്. ഇത് രാമായണം ഇംഗ്ലീഷിൽ വരുന്ന. ഇതൊക്കെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് വലിയ രാമായണം വരുത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അതേമാതിരി അധ്യാത്മ രാമായണം തന്നെയാണ്. വർഷങ്ങളെ പഴക്കമുണ്ടാവുമല്ലോ. 100 വർഷത്തിൽ അങ്ങോട്ട് രാമായണം. ഇതും രാമായണം തന്നെ. അതൊരു 80 വർഷത്തെ പഴക്കമുള്ളതാണ്. അങ്ങനെ വിവിധ രീതിയിലുള്ള രാമായണങ്ങളും രാമായണ കഥ മാതിരി ചിത്രങ്ങളിലൂടെ ഇപ്പൊ രാമായണ കഥ മുഴുവൻ ചിത്രരൂപത്തില്, കാരണം ചിത്രങ്ങളിലൂടെയാണ് ഇതിന്റെ കഥ വിവരിച്ചിരിക്കുന്നത്. അങ്ങനെ വരുന്ന രാമായണ കഥകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്ര പ്രദർശനമാണ്. ഇത് മാത്രമായിട്ടും പ്രദർശനങ്ങളൊക്കെ വെക്കാറുണ്ട്. രാമായണത്തിലെ പല ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം അതേമാതിരി ഇതുണ്ട്. ഓരോ ഭാഗങ്ങളെ എടുത്തിട്ട് ചിത്രത്തിലൂടെയും രാമായണം പ്രചരിപ്പിക്കാറുണ്ട്.
പ്രചരിപ്പിക്കുക എന്ന് മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതില്. കാരണം മനുഷ്യർക്ക് ഉള്ള മാതിരി ദൈവം മനുഷ്യനായി ജനിച്ചാലും ഇതേ മാതിരിയുള്ള വിഷമങ്ങളൊക്കെ വരും എന്ന് കൂടി കാണിക്കുന്ന രീതിയിലുള്ള പ്രദർശനം. സുഖം മാത്രമല്ല ജീവിതം, ദുഃഖവും അതേമാതിരി സമ്മിശ്രമായിട്ടാണ് ജീവിതം എന്ന് അങ്ങനെയുള്ള ഒരു സന്ദേശമാണ് രാമായണം കൊടുക്കുന്നത്. കർക്കിടക മാസത്തിൽ ഏറ്റവും പ്രധാനമാണല്ലോ. കർക്കിടക മാസം എന്ന് പറഞ്ഞാല് വായിച്ചിരിക്കാൻ പണ്ട് കാലത്ത് പഞ്ഞമാസം എന്നാ പറയുന്നത്. കർക്കിടക മാസം ഭക്ഷണം കുറവായി കിട്ടുള്ളൂ, ധാന്യങ്ങളും എല്ലാം കിട്ടാൻ അസൗകര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് ധ്യാനങ്ങളിലൂടെയും ഉപവാസങ്ങളിലൂടെയും കർക്കിടക മാസത്തെ നമ്മൾ ആസ്വദിച്ച് ജീവിക്കുന്നു. ഇലക്കറികളാണ് കൂടുതൽ. കർക്കിടക ചികിത്സ എന്നുള്ളത് തന്നെ ഉണ്ടല്ലോ. കർക്കിടക ചികിത്സയുണ്ട്. കാരണം പല ഭാഗത്തും പണ്ട് കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞ് 21 ദിവസമൊക്കെ ഉണ്ടായിരുന്നു ചികിത്സ. ഇപ്പൊ അത് 7 ദിവസവും 3 ദിവസമൊക്കെ ആയിട്ട് പലരും ചുരുക്കിയിട്ടുണ്ട്. അവരുടെ പാക്കേജ് മാതിരിയായി. ഇപ്പൊ അതല്ല, നമ്മളെന്താ വെച്ചാല് നമ്മുടെ ശരീരത്തിലൂടെ നല്ല ഭക്ഷണങ്ങൾ, ഇലക്കറികൾ ഏറ്റവും കഴിക്കാൻ പറ്റിയ സമയം ഇതാണ്. പിന്നെ വേറെ ഒന്ന് എന്താ വെച്ചാൽ കർക്കിടക മാസത്തിൽ നമ്മളെ ശരീരം ഇളമിക്കുന്നു, അതുകൂടി ഇതിൽ ഉൾപ്പെടും. അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടാണ് പലരും കർക്കിടക മാസത്തെ രാമായണ മാസമായി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് തുടങ്ങി പിന്നെ ഒരുപാട് പേര് വന്നു എന്ന് പറഞ്ഞു. ഏതായാലും പിന്നെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ സന്തോഷം. പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും ഇതെന്തായിരുന്നു പ്രത്യേകത? രാമായണത്തിന്റെ കുറച്ച് ഇതേമാതിരി ചിത്രകഥയുടെ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇത് വേറൊരു സ്ഥലത്തെ ഇതേമാതിരി ഇത് ബാംഗ്ലൂർ ഭാഗത്തു നിന്ന് കിട്ടിയ ഒരു പുസ്തകമാണ്. രാമായണത്തിലെ കഥകളെ ഒരു ചിത്രം ബേസ് ചെയ്തിട്ട് ചിത്രകഥ രൂപത്തില് കുറെ വിവരിച്ചിരിക്കുന്ന രീതിയിലുള്ളതാണ്. ഇത് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ല ഇംഗ്ലീഷിലാണേലും സിമ്പിൾ ഇംഗ്ലീഷാണ്. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടി ഉണ്ടാക്കിയ ഒരു രാമായണം. മന്ത്രങ്ങളിലൂടെയാണ് ഇത് മന്ത്രങ്ങൾ. ഓക്കെ, വളരെയധികം സന്തോഷം. പിന്നെ നല്ലൊരു പ്രദർശനമാണല്ലോ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.